നമസ്കാരം. ഞാൻ സി ബിജു വൈദ്യർ, ഒറ്റശേഖരമംഗലം. ചിന്താമണി ചികിത്സയിൽ വീണ്ടും ഒരിക്കൽ കൂടി നവാഷാണ സിന്ദൂരം, നവാഷാണ കുപ്പിവയ്പ്പ് സിന്ദൂരം ഉണ്ടാക്കാൻ പ്രപഞ്ചശക്തിയും നമ്മുടെ 18 സിദ്ധന്മാരുടെയും അനുഗ്രഹം കൊണ്ടും അവരുടെ ആശീർവാദം കൊണ്ടും വീണ്ടും എനിക്ക് നവാഷണ സിന്ദൂരം ഉണ്ടാക്കിയെടുക്കാൻ കരുതി അനുഗ്രഹിച്ചതിന് ആദ്യമായിട്ട് 18 സിദ്ധന്മാർക്കും നന്ദി പറയുന്നു. അത് നവാഷണ സിന്ദൂരത്തിൽ ഇതേപോലെ കുപ്പിവയ്പ്പ് സിന്ദൂരമാണ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള സിന്ദൂരം. അല്ലാതെ സാധാരണ നമ്മൾ ചാണകവറളിയിൽ ചെയ്തെടുക്കുന്ന സിന്ദൂരങ്ങൾ അത്ര എഫക്റ്റീവ് അല്ല. അതിനകത്തുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് നവാഷണ സിന്ദൂരം ഈ പകുതിക്ക് മുകളിലോട്ട് പുകയായി മൈന്യൂട്ടായി ഏറ്റവും പൗഡറായി മുകളിലോട്ട് വന്ന് സെറ്റായിരിക്കും. ഈ പകുതിക്ക് മുകളിൽ, ഈ പകുതിക്ക് താഴെ ഒരു മെറ്റൽ പോലെ കട്ടിയായിട്ടിരിക്കും. അതാണ് വേസ്റ്റ്. അത് ഒരിക്കലും മനുഷ്യന് കൊടുക്കാൻ പറ്റത്തില്ല. അടിയിലോട്ടിരിക്കുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നുള്ള ചില അംഗീകൃത ചികിത്സാ സ്ഥാപനങ്ങളുള്ള ആൾക്കാർ പറയുന്നത് കിഡ്നി അടിച്ചു പോകും, കരളടിച്ചു പോകുമെന്നും അവർ പറയുന്നുണ്ട്. അവരിപ്പോഴും പറയുന്നുണ്ട് ഈ സിന്ദൂരങ്ങൾ കഴിച്ചാൽ കിഡ്നിയും കരളും അടിച്ചു പോകുമെന്ന്. പക്ഷേ ഒരു കാരണവശാലും കിഡ്നിയും കരളും ഒന്നും അടിച്ചു പോകത്തില്ല. അത് അടിച്ചു പോകുന്ന ഈ താഴെ വശത്തുള്ള ഒരു കാരണവശാലും ഈ അടിയിൽ കട്ടിയായിട്ടുള്ള, ഞാൻ ഈ കുപ്പി പൊട്ടിച്ചെടുക്കുമ്പോൾ കാണിച്ചു തരാം. നമ്മൾ സിന്ദൂരം എടുക്കുമ്പോൾ ഈ അടിയിലുള്ള കട്ടിയായിട്ടുള്ള ഒരിക്കലും എടുക്കാൻ പാടില്ല. ഈ പകുതിക്ക് മുകളിലോട്ട്, ഇത് അത്ര മൈന്യൂട്ടായിട്ട് പുകയായി പൊങ്ങി വന്ന് മുകളിലോട്ടിരിക്കും, ഇവിടെ ചേർന്നിരിക്കും ഞാൻ സിന്ദൂരം. അതേ മനുഷ്യർക്ക് ഉള്ളിൽ കഴിക്കാൻ കൊടുക്കാൻ പാടുള്ളൂ. ഇതാണ്. പക്ഷേ നമ്മുടെ ചിന്താമണി ചികിത്സ, അതായത് സിദ്ധവൈദ്യത്തെ ഇവിടെ നിന്ന് നമുക്ക് ഉന്മൂലനം ചെയ്യാൻ കരുതി മറ്റുള്ള അംഗീകൃത ചികിത്സാ സ്ഥാപനങ്ങളുള്ള ഇതിനെ വലിയ ദോഷമാണ്, കിഡ്നി അടിച്ചു പോകും, കരളടിച്ചു പോകും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ ഒരു കാരണവശാലും അത് സംഭവിക്കത്തില്ല. നമ്മുടെ ഈ ചികിത്സ അടിച്ച് ഈ ലോകത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു കൂട്ടരായിട്ടുള്ള ചികിത്സ സ്ഥാപനങ്ങളുള്ള ആൾക്കാർ ഇങ്ങനെ ഞങ്ങൾക്ക് എതിരായിട്ടൊരു ഭീഷണിയായിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. മനുഷ്യർക്ക് കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് വലിയ ആൾക്കാർക്ക് വരെ നമുക്ക് നമ്മുടെ സിന്ദൂരങ്ങൾ കൊടുക്കാം. പക്ഷേ ഈ സിന്ദൂരം നമ്മൾ കുപ്പിവയ്പ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടം പിടിച്ച ഒരു ജോലിയാണ്. അപകടം എന്ന് പറഞ്ഞാൽ ഇത് കുപ്പിയാണ്. ഈ കുപ്പിയിൽ നമ്മൾ ഒത്തിരി, അത് പറഞ്ഞാൽ പറ്റത്തില്ല, അത്രയ്ക്ക് നല്ല കാഠിന്യമായിട്ടുള്ള ചൂട് കൊടുത്താണ് ഈ കുപ്പിയിൽ നമ്മൾ സിന്ദൂരം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എപ്പോൾ ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ കുപ്പി വെടിക്കും, പൊട്ടും. നമ്മുടെ ദേഹത്തൊക്കെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ദേഹത്തൊക്കെ ഇത് സ്പ്രെഡാവും. അപ്പോൾ ഈ സിന്ദൂരങ്ങൾ, കുപ്പിവയ്പ്പ് സിന്ദൂരം പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നത് നല്ല അനുഭവജ്ഞാനമുള്ള ഗുരുനാഥൻ്റെ കീഴിൽ നിന്ന് പഠിച്ച് അനുഭവമുള്ളവർക്ക് മാത്രമേ ഈ കുപ്പിവയ്പ്പ് സിന്ദൂരങ്ങൾ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ സാധാരണയായിട്ടുള്ള നല്ല ജ്ഞാനമൊന്നുമില്ലാതെ നല്ല അറിവില്ലാത്ത ഒരു വൈദ്യനും ഒരിക്കലും ഈ കുപ്പിവയ്പ്പ് സിന്ദൂരങ്ങൾ ഉണ്ടാക്കത്തില്ല. അത് പ്രത്യേകിച്ച് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. ഈ വീഡിയോ കണ്ടും ചെറുതായിട്ടൊക്കെ വിദ്യാഭ്യാസ അറിവുള്ള വൈദ്യന്മാരാരും ഇങ്ങനെ കുപ്പിവയ്പ്പ് സിന്ദൂരങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ഞാൻ ഈ ഒരു അറിവ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വരും തലമുറ, പുതിയ തലമുറകൾ ഇങ്ങനെ ഒരു ചികിത്സാ സമ്പ്രദായം ഈ ലോകത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചികിത്സാ സമ്പ്രദായം നമുക്ക് ഈ ലോകത്ത് അത്യാവശ്യമാണ്. അതായത് ഈ ചികിത്സാ സമ്പ്രദായത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകത്ത് ഇന്ന് വരെയുള്ള അംഗീകൃത സ്ഥാപനത്തിലുള്ള ചികിത്സകൾ ഒന്നും ഫലിക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ സുഖമാക്കാൻ വേണ്ടി, ആ രോഗങ്ങൾ സൗഖ്യമാക്കാൻ, അതായത് ഇന്നത്തെ നിലവിലുള്ള അംഗീകൃതമായിട്ടുള്ള സ്ഥാപനത്തിൽ നിന്നും അവർ മാരക രോഗങ്ങൾ, അതായത് ക്യാൻസർ, ഡയാലിസിസ് പോലെയുള്ള അസുഖങ്ങൾ, അവർക്ക് ഇനി ചികിത്സയില്ല എന്ന് പറഞ്ഞ്, ഇനി നിങ്ങൾക്കൂടെ ചികിത്സയില്ല, നിങ്ങൾ തുച്ഛമായിട്ടുള്ള ദിവസം കൊണ്ട് മരിച്ചു പോകൂ എന്ന് പറഞ്ഞ് വിടുന്ന ആൾക്കാർ എൻ്റെ അടുക്കൽ വന്ന് പൂർണ്ണമായിട്ട് സുഖമായി പോയിക്കൊണ്ടിരിക്കുന്ന അനുഭവം ഇന്നും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാനിവിടെ സീരിയസ് ആയിട്ടുള്ള, അംഗീകൃതമായിട്ടുള്ള ചികിത്സാ സ്ഥാപനത്തിൽ നിന്ന് വിട്ടിട്ടുള്ളവരെ മാത്രമേ ഞാൻ ഇവിടെ ചെയ്യുന്നുള്ളൂ ക്യാൻസർ രോഗങ്ങൾക്ക്. അപ്പോൾ അതിനുവേണ്ടി ആ ക്യാൻസർ രോഗത്തിന് കൊടുക്കാൻ ഉത്തമമായിട്ടുള്ള ഒരു മരുന്നാണ് നവാഷണ സിന്ദൂരം. പക്ഷേ ഈ മരുന്നുകൾ മാത്രമല്ല, നവാഷണ സിന്ദൂരം മാത്രമല്ല, ഇതിൻ്റെ കൂടെ വേറെ ഹെൽപ്പുമായിട്ടുള്ള മരുന്നുകൾ കൂടെ ഇതിനൂടെ ഞങ്ങൾ കൊടുത്താണ് അസുഖങ്ങൾ സുഖമാക്കുന്നത്. അവർ പറയുന്നുണ്ട്, മറ്റുള്ള ചികിത്സാ സ്ഥാപനങ്ങൾ എപ്പോഴും ഒരു വൈദ്യം ഒരു മരുന്ന് മാത്രമേ കൊടുക്കുന്നു, എല്ലാ രോഗത്തിനും ഒരു മരുന്ന് കൊടുക്കുന്നു. അങ്ങനെ അല്ല, അതല്ല ചികിത്സ. നമുക്ക് ആളിനെ കണ്ട് അവരെ രോഗത്തിൻ്റെ ബുദ്ധിമുട്ടും കാഠിന്യം എല്ലാം മനസ്സിലാക്കി, അവരുടെ വണ്ണം വലിപ്പം എല്ലാം മനസ്സിലാക്കി അവർക്ക് അനുയോജ്യമായിട്ടുള്ള മരുന്ന് കൊടുത്താണ് സുഖമാക്കേണ്ടത്. അല്ല എല്ലാ രോഗികൾക്കും ഒരേ മരുന്നല്ല കൊടുക്കേണ്ടത്. അപ്പോൾ അതെന്തായാലും
ഇതാണ് നമ്മുടെ കുപ്പിവയ്പ്പ് നവാഷണ സിന്ദൂരം. ഈ നവാഷണ സിന്ദൂരം നമുക്കൊരു രോഗമില്ലാത്തവർക്ക് വരെ നമുക്ക് കഴിക്കാം. അതായത് കൊച്ചു കുഞ്ഞുങ്ങളോട്ട് വലിയവർക്ക് വരെ ഇത് കഴിക്കാം. അതിന് അളവും കാര്യങ്ങളും കണക്കുകളും ഉണ്ട്. ഇത് കഴിച്ചാലുള്ള, അതായത് രോഗങ്ങളില്ലാത്തവർ തന്നെ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ക്യാൻസറിൻ്റെ അണുക്കൾ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഏതൊരു സമയത്തും ക്യാൻസറിൻ്റെ അസുഖങ്ങൾ അതിൻ്റെ അണുക്കൾ ശരീരത്തിൽ നമുക്ക് രൂപപ്പെട്ടിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ കഴിവുണ്ട്. അത് മാത്രമല്ല പ്രധാന കാരണം, ഇന്ന് നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളും വിഷാംശമുള്ളതാണ്. സകലവിധമായിട്ടുള്ള ആഹാരം വിഷാംശമുള്ള, എല്ലാം മലിനപ്പെട്ടു. അപ്പോൾ ഈ നവാഷണ സിന്ദൂരത്തിൻ്റെ മെയിനായിട്ടുള്ള ജോലി ശരീരത്തിൽ അടിയുന്ന വിഷാംശങ്ങളാണ്. കാരണം എന്തുമാത്രം പാടുപെടുന്നറിയാം ശരീരത്തിൽ വരുന്ന വിഷാംശങ്ങളെ നീക്കം ചെയ്യാൻ. അപ്പോൾ ഇത് കരളിനെ കൂടെ സഹായിക്കുന്നതാണ്. കൂടുതലും ഇപ്പോൾ കരൾ രോഗികളാണ്. കരൾ രോഗി, കരൾ ക്യാൻസർ, ലിവർ സിറോസിസ്, ഇങ്ങനെ രോഗികൾ ഇഷ്ടംപോലെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മെയിൻ കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മൾ നിത്യവും കഴിക്കുന്ന ആഹാരങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ അസുഖങ്ങൾ ഇനി മേലിൽ വരാതിരിക്കുക, ഈ ശരീരത്തിൽ വന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷാംശങ്ങളെല്ലാം പുറത്ത് കളയാൻ നവാഷണ സിന്ദൂരത്തിന് കഴിവുണ്ട്. ഈ നവാഷണ സിന്ദൂരം നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ 9 ഐറ്റം പാഷാണങ്ങളാണ്. അത് ഞങ്ങളുടേതായിട്ടുള്ള ചിന്താമണി ചികിത്സയിൽ നമ്മളേതായിട്ടുള്ള ഒരു നവാഷണ കൂട്ടുണ്ട്. ആ ഒരു കൂട്ടിലാണ് നമ്മൾ ഈ മരുന്നുണ്ടാക്കുന്നത്. അല്ല, നവാഷണത്തിൻ്റെ കൂട്ട് ഒരുപാട് വിധത്തിലുണ്ട്. അപ്പോൾ ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന വിഷാംശങ്ങളെ എല്ലാം പുറന്തള്ളും. ഇതിൻ്റെ ജോലി ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന വിഷാംശങ്ങൾ, അതായത് ക്യാൻസറിൻ്റെ അണുക്കളായാലും, ക്യാൻസറിൻ്റെ അണുക്കളും ശരവേഗം ശരീരത്തിൽ നല്ലോണം വ്യാപിക്കുന്നതാണ്. അപ്പോൾ ആ അണുക്കളെയും കൊന്ന് ശരീരത്തിലുള്ള വിഷാംശങ്ങളെല്ലാം പുറന്തള്ളും. എല്ലാത്തിനെയും പുറന്തള്ളി ശരീരത്തിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതാണ് ഈ നവാഷണ സിന്ദൂരം. പക്ഷേ ഈ 9 ഐറ്റം പാഷാണങ്ങളും നല്ല ഭംഗിയായിട്ട്, ഞങ്ങൾക്ക് 1 വർഷത്തോളം വേണ്ടി വരും ഈ ഓരോ പാഷാണങ്ങൾ നമുക്ക് ശുദ്ധി ചെയ്തെടുത്ത് വരുമ്പോഴത്തേനും. അത്രയ്ക്ക് കഷ്ടപ്പാടുള്ളതാണ് ഈ നവാഷണ സിന്ദൂരം ഉണ്ടാക്കുന്ന രീതി. ഇതിനെ നല്ല ഭംഗിയായി നമ്മൾ ശുദ്ധി ചെയ്ത് അതിൽ അരയ്ക്കേണ്ട കഷായങ്ങളും മരുന്നുകളും ഇതൊക്കെ ചേർത്ത് അരച്ച് അതിനെ പരുവപ്പെടുത്തി അതിനെ ഉണക്കി ആ രീതിയിലാണ് നമ്മൾ വീണ്ടും ഈ കുപ്പിയിലാക്കി കുപ്പി ശീലമൺ ചെയ്ത് ഞങ്ങൾ ഈ നവാഷണ സിന്ദൂരം ചെയ്യുന്ന രീതി. അപ്പോൾ എല്ലാവരേക്കും ഒരു അറിവ് തരണമല്ലോ. പുതിയ ജന്മങ്ങളായിട്ടുള്ള പുതിയ തലമുറ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു ചികിത്സാ സമ്പ്രദായം ഉണ്ടെന്നും മാറാരോഗങ്ങളായിട്ടുള്ള അസുഖങ്ങൾ സുഖമാക്കാൻ ചിന്താമണി ചികിത്സയിൽ നല്ല മരുന്നുകളുണ്ടെന്നും പുതിയ തലമുറ അറിയണം. അതായത് മറ്റുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ, ഇന്ന് അംഗീകൃതമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ ഈ ഒരു ചികിത്സ അടിച്ചമർത്തേണ്ട നല്ല അത്യുന്നതമായിട്ടുള്ള രീതിയിൽ അവർ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. പക്ഷേ ഏറ്റവും വരുംകാലത്ത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഏറ്റവും നല്ലൊരു ചികിത്സ എന്ന് പറയുന്നത് നമ്മുടെ സിദ്ധ ചികിത്സയാണ്. സിദ്ധ മരുന്നുകൾ കൊണ്ട് അസ്വസ്ഥമാക്കുന്ന ചികിത്സയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ചികിത്സ. വരും കാലങ്ങളിൽ ഈ ഒരു ചികിത്സാ സമ്പ്രദായം നിലവിൽ നല്ലവണ്ണം വരട്ടെ എന്നും കൂടെ ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.